വിജനമായ റോഡരികിൽ ബസ് നിശ്ചലമായി നിൽക്കുകയാണ്. ബസ്സിനുള്ളിലെ വെളിച്ചം ഓരോ യാത്രക്കാരന്റെയും മുഖത്തെ ഭീതിയെ പുറത്തു കൊണ്ടുവന്നു. എല്ലാവരും പരസ്പരം സംശയത്തോടെ നോക്കി. കണ്ടക്ടറുടെ വിറയ്ക്കുന്ന കൈകൾ തന്റെ ടിക്കറ്റ് ബാഗിൽ മുറുകെ പിടിച്ചിരുന്നു. അയാൾ ഒരിക്കൽ കൂടി ഉറക്കെ പറഞ്ഞു, ആരും സീറ്റിൽ നിന്ന് എഴുന്നേൽക്കരുത്, എല്ലാവരും തങ്ങളുടെ ടിക്കറ്റുകൾ കയ്യിൽ പിടിക്കുക. കണ്ടക്ടർ ആദ്യത്തെ സീറ്റിൽ നിന്ന് പരിശോധന തുടങ്ങി. ഓരോരുത്തരായി ടിക്കറ്റ് കാണിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, എല്ലാവരുടെയും കയ്യിൽ കൃത്യമായ ടിക്കറ്റുകളുണ്ട്. ഒന്നാമൻ, രണ്ടാമൻ, അങ്ങനെ 10ാമത്തെ ആളും ടിക്കറ്റ് കാണിച്ചു. ഇനി ഒരാൾ കൂടി ബാക്കിയുണ്ട്. ഏറ്റവും പിന്നിലെ സീറ്റിൽ ഇരുളിലേക്ക് മുഖം താഴ്ത്തിയിരുന്ന ആ 11ാമൻ. കണ്ടക്ടർ ഓരോ യാത്രക്കാരനോടുമായി ചോദിച്ചു, നിങ്ങളുടെ കൂടെ വന്നതാണോ ഇയാൾ? ആദ്യത്തെ യാത്രക്കാരൻ പറഞ്ഞു, അല്ല, എനിക്ക് ഇയാളെ അറിയില്ല. പക്ഷെ അടുത്ത സീറ്റിലിരുന്ന വൃദ്ധൻ പറഞ്ഞത് മറ്റൊന്നാണ്. ഇയാൾ ടൗണിൽ നിന്ന് എന്റെ കൂടെ കയറിയതാണല്ലോ, ഞാൻ കണ്ടതാണ്. തൊട്ടപ്പുറത്തെ സീറ്റിലിരുന്ന യുവതി തർക്കിച്ചു, ഇല്ല, ഇയാൾ ഈ ബസ്സിൽ ഉണ്ടായിരുന്നില്ല, ഈ സീറ്റ് ഒഴിഞ്ഞു കിടക്കുകയായിരുന്നു. ബസ്സിനുള്ളിൽ തർക്കം മുറുകി. വിചിത്രമായ കാര്യം, പകുതി പേർ അയാൾ അവിടെ തുടക്കം മുതലേ ഉണ്ടായിരുന്നു എന്ന് സത്യം ചെയ്യുന്നു. ബാക്കി പകുതി പേർ അയാൾ ഇപ്പോൾ എവിടെ നിന്നോ പ്രത്യക്ഷപ്പെട്ടതാണെന്ന് ആണയിടുന്നു. ആർക്കാണ് തെറ്റിയത്? അതോ ആരുടെയെങ്കിലും ഓർമ്മകൾ ആരെങ്കിലും നിയന്ത്രിക്കുന്നുണ്ടോ? കണ്ടക്ടർ സാവധാനം ആ 11ാമന്റെ അടുത്തേക്ക് നടന്നു. അയാളുടെ വസ്ത്രങ്ങൾ ഇപ്പോഴും മഴ നനഞ്ഞു കുതിർന്നിരിക്കുന്നു. ബസിന്റെ ജനാലകൾ അടച്ചിട്ടും അയാൾ എങ്ങനെ ഇത്ര അധികം നനഞ്ഞു? അയാളുടെ തലയിൽ നിന്ന് തറയിലേക്ക് വീഴുന്ന വെള്ളത്തുള്ളികളുടെ ശബ്ദം ആ നിശബ്ദതയിൽ മുഴങ്ങിക്കേട്ടു. കണ്ടക്ടർ അയാളുടെ തോളിൽ തൊടാൻ കൈ ഉയർത്തി. നിങ്ങളുടെ ടിക്കറ്റ് എവിടെ? ആ രൂപം സാവധാനം തന്റെ മുഖം ഉയർത്തി. ആ മങ്ങിയ വെളിച്ചത്തിൽ കണ്ടക്ടർ കണ്ടത് വെളുത്തു വിളറിയ വികാരങ്ങളില്ലാത്ത ഒരു മുഖമായിരുന്നു. അയാൾ തന്റെ പോക്കറ്റിൽ നിന്ന് ഒരു ടിക്കറ്റ് പുറത്തെടുത്ത് കണ്ടക്ടർക്ക് നേരെ നീട്ടി. ടിക്കറ്റ് വാങ്ങിയ കണ്ടക്ടറുടെ കണ്ണുകൾ തള്ളിപ്പോയി. അത് ഇന്നത്തെ ടിക്കറ്റ് അല്ല. കൃത്യം 10 വർഷം മുൻപ് ഇതേ ദിവസം ഇതേ സമയം ഇതേ ബസ്സിലേക്ക് എടുത്ത ഒരു ടിക്കറ്റ് ആയിരുന്നു അത്. കണ്ടക്ടർ ഞെട്ടലോടെ ഡ്രൈവർക്ക് നേരെ തിരിഞ്ഞു. പക്ഷെ ഡ്രൈവിംഗ് സീറ്റിൽ അപ്പോൾ ഡ്രൈവർ ഇല്ല. സ്റ്റിയറിംഗ് തനിയെ തിരിയുന്നത് കണ്ട് കണ്ടക്ടർ നിലവിളിച്ചു, ആരാണ് ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നത്? ഈ 11ാമൻ ആരാണ്?